ഹായ് എൻ്റെ സുഹൃത്തുക്കളെ, അപ്പൂടൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് അപ്പൂണൻ്റെ ചായക്കട നെല്ലിലെയാണ്. നെല്ലിലെ ഒരു പാലുകാച്ചി വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അപ്പൂണൻ്റെ ചായക്കടയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് അപ്പൂണൻ്റെ ചായക്കടയിലെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വാഴയ്ക്കപ്പമാണ് ചായ. അപ്പൂണ്ണൻ്റെ ഈ ചായ എല്ലാവരും പറയുന്നത് ഭയങ്കര ടേസ്റ്റാണെന്ന്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഒത്തിരി കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ രഹസ്യമൊന്നുമില്ല, പാല് നല്ല രീതിയിൽ തിളയ്ക്കുക, തേയില നല്ല തേയില. അപ്പോൾ ഈ പാല് നല്ല തിളച്ച് കിടക്കുന്ന പാലിൽ നമ്മൾ നല്ല തേയില ഒഴിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചായ നല്ല രീതിയിൽ ആറ്റി, അതിൻ്റെ ഒരു പരുവമുണ്ട്. ആ പരുവത്തിൽ നമ്മൾ ആറ്റിക്കൊണ്ട് ആറ്റുന്നണ്ട എടുത്തിട്ട് ഈ ചായ മധുരം കറക്റ്റായിരിക്കണം. പാലിൽ വെള്ളം ഒഴിക്കരുത്. ഇത് ഒഴിച്ചു കൊടുത്ത് നല്ല പതയോടെ കുടിച്ച് കഴിഞ്ഞാൽ ഈ ചായക്ക് നല്ല ടേസ്റ്റാണ്. അത് ഒത്തിരി പേര് പറഞ്ഞു ഇതെന്താണെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകമൊന്നുമില്ല. നമ്മൾ ആ ചായയുടെ അവരടിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു പരുവം, പാലിൻ്റെ ഒരു പരുവം. പാല് നല്ല തിളച്ച് നല്ല ഇതായിട്ട് കിടക്കണം. പിന്നെ വെള്ളം ഒഴിക്കരുത് പാലിൽ, കട്ടിപ്പാൽ തന്നെ ആയിരിക്കണം. അതാ അതിൻ്റെ ഇത്. എല്ലാവരും വെള്ളം ഒഴിച്ചാൽ ചിലവർ ചായ അടിക്കുന്നത്. പക്ഷേ അപ്പൂണ്ണൻ്റെ കടയിൽ ആ ഒരു ഇതില്ല. ചായക്ക് നമ്മൾ മുൻഗണന കൊടുക്കും. അപ്പൂണ്ണൻ്റെ ചായക്കടയ്ക്ക് എല്ലാവരും ചായ കുടിക്കുന്നുണ്ടല്ലേ. ഇന്ന് വാഴയ്ക്കപ്പമാണ്, സ്പെഷ്യൽ വാഴയ്ക്കപ്പമാണ്. അപ്പോൾ ഈ വാഴയ്ക്കപ്പത്തിൻ്റെ ആൾക്കാർ ചോദിക്കുന്നത് ഈ സീപ്റ്റ് വാഴയ്ക്കപ്പം നല്ല ടേസ്റ്റാണ് എന്താണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മൈദ, പിന്നെ അതിലുള്ളൊരു മിക്സിംഗ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയുന്നില്ല. അപ്പോൾ അത് നമ്മളൊരു രഹസ്യമാണ്. അത് നല്ല വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ദൂരെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആ മണം കേൾക്കും. ആ മണം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ആൾക്കാർ ഒരു വാഴയ്ക്കപ്പം കഴിച്ചാൽ ഒരു 5 എണ്ണമെങ്കിലും കഴിക്കും. അതാ അപ്പൂണ്ണൻ്റെ കടയിലെ വാഴയ്ക്കപ്പത്തിൻ്റെ രഹസ്യം. കണ്ട, എണ്ണയെ കിടന്ന് ഇങ്ങനെ നല്ല രീതിയിൽ മുരിഞ്ഞ് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ലൊരു കളർ ആകുമ്പോൾ, നല്ല മുരിഞ്ഞ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇവനെ അങ്ങ് പതുക്കെ ഒന്ന് കിണ്ടി ഇളക്കി എല്ലാം ഒന്ന് തിരിച്ചിട്ട് ഒരേ വേവായിരിക്കണം. ഈ വാഴയ്ക്കപ്പം പലതും പല വേവാവരുത്, ഒരേ കണക്കത്തെ വേവായിരിക്കണം. എന്താ തിളയ്ക്കുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല വെന്ത് വരണം. ഇപ്പോൾ അപ്പൂണ്ണൻ്റെ കടയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞാൽ അവരെ വീട്ടുകാർക്ക്. അങ്ങനെ അവരെല്ലാവരും കൂടെ അപ്പൂണ്ണൻ്റെ വീട്ടിലെ സെൽഫി എടുക്കുവാണ്. അങ്ങനെ ഈ അപ്പൂണ്ണന് ഒത്തിരി ഫാൻസ് ഉണ്ട് കേട്ടോ. ചായക്കടയ്ക്ക് ഒത്തിരി ഫാൻസ് ഉണ്ട്. വാഴയ്ക്കപ്പം നല്ല രീതിയിലെടുത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു ചേച്ചി നേരത്തെ ചോദിച്ചിരിക്കുക നമ്മളെ വാഴയ്ക്കപ്പം ഇടുതാണ്ട എടുത്ത് ചേച്ചി അവിടെ പോയിട്ട് വാഴയ്ക്കപ്പം കൊണ്ട് കഴിക്കുകയാണ്. നല്ല ചൂടാണ്. ഒറ്റ കടി കടിച്ചാൽ പല്ലും നാക്കെല്ലാം പൊള്ളിപ്പോവും. അങ്ങനെ ഒത്തിരി പേർക്ക് അനുഭവം പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവർ നല്ല പതുക്കെ കഴിക്കുന്നത്. അങ്ങനെ ഒരു വാഴയ്ക്കപ്പമൊക്കെ കഴിച്ച് ഇങ്ങനെ വാഴയ്ക്കപ്പം കഴിക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇത് പൈനാപ്പിൾ. ഇന്ന് പൈനാപ്പിൾ ബജ്ജി ഉണ്ടായിരുന്നു. ഇന്ന് പൊറോട്ട. എല്ലാ പ്രാവശ്യവും പൊറോട്ട കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം കാണിക്കുന്ന പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് നോക്കണം. പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നൂൽ പൊറോട്ടയാണ്. ഈ നൂൽ നൂൽ പൊറോട്ട. ഇത് പാക്കിട്ട് ഒതുക്കി ഈ എടുത്ത് ചുറ്റി വയ്ക്കും. അപ്പോൾ ഈ പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ പൊറോട്ട. നൂല് പൊറോട്ട കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, തീർച്ചയായിട്ടും കഴിച്ചിട്ടവർക്ക് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റായി. മറ്റേ കണക്കിട്ട് പിച്ചി ഒത്തിരി ചവപ്പൊന്നും നമുക്ക് ചവയ്ക്കണ്ട. നല്ല ബീഫ് കറിയോടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്. ഞാൻ കഴിച്ചായിരുന്നു, ഒരു 1.5 കഴിപ്പായിരുന്നു. നല്ല രീതിയിൽ നല്ല പൊറോട്ട പൂടക്കിരിക്കുക. ഇത് കട്ടിയല്ലല്ലോ ഈ സാധനം, നല്ല രീതിയിൽ ഇരിക്കണ്ടല്ലോ, നല്ല നൂല് കിടക്കിരിക്കുക. നല്ല ടേസ്റ്റാണ്. അത് വെച്ച് നമ്മൾ പിച്ചിയാൽ മതി, അതങ്ങ് പിരിന്നു പോവും. എന്നിട്ട് അതും വെച്ച് നല്ല മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് കഴിച്ച് നോക്ക്. അതുകൊണ്ട് ഈ പൊറോട്ട ഇതെടുത്തുണ്ടല്ലോ, ഇട്ട് കല്ലിലിട്ട്. പക്ഷെ മറ്റേ പൊറോട്ട ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഇതല്ല. ഇത് നല്ല നൂല് കണക്കിരിക്കുക. നമുക്ക് വലിയ ചവയ്ക്കൊന്നും വേണ്ട. കറിയും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അങ്ങ് കഴിക്കാം. ഇത് ഒത്തിരിയായിട്ട് ചവയ്ക്കും, നമ്മളെ പൊറോട്ട ഒന്നും ഒത്തിരി ചവയ്ക്കുമല്ലോ. ഇതൊന്നും വേണ്ട, നല്ല നൂല് കണക്കിരിക്കുക പൊറോട്ട. അത് നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പൊറോട്ടയ്ക്ക്. തിരിച്ചിടുന്നുണ്ട്, പൊറോട്ട തിരിച്ചിടുന്നുണ്ട്. നല്ല പൊറോട്ട എല്ലാം വെന്ത് വരിക. അപ്പോൾ തിരിച്ചിടണ്ട, തിരിച്ച് പൊറോട്ട ഇട്ടു. നല്ല രീതിയിൽ പൊറോട്ട
ഇതായിക്കൊണ്ടിരിക്കുക. നല്ല ഒരു പരുവായിരുന്നു. അതിനടുത്ത് എല്ലാ പൊറോട്ടയും കൂടെ എടുത്ത് കണ്ടില്ലേ, അതും പൊറോട്ട എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ അടുക്കി എന്താ ചിലത് മൂത്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഇതൊക്കെ എടുത്തതോ പൊറോട്ട എല്ലാം എടുത്ത് വെച്ച് ഇതാ അടി 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 ആണ്ടാ പൊറോട്ട കിടുക്ക് പൊറോട്ട. കഴിച്ച് ഞാൻ കഴിച്ച് നോക്കിക്കൊണ്ട് പറയുക, സൂപ്പർ നൂൽ പൊറോട്ട, സൂപ്പർ നൂൽ പൊറോട്ട. ഒന്ന് കഴിച്ച് നോക്കണം നൂൽ പൊറോട്ട. കണ്ടാ നല്ല പിരുവിരാന്നിരിക്കും പൊറോട്ട. സത്യം പറയാം, നമ്മൾ ഇടിയപ്പം കഴിക്കുന്നതൊക്കെ പൊറോട്ട. ഇത് വീടാണ്, പാലിയാച്ചി, ഇതാണ് വീട്. അപ്പോൾ ഈ വീട് നമ്മൾ ഫ്രണ്ടിലൊരു ഇത് വെച്ചിട്ടുണ്ട്, കിണർ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടാ അത് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ കിണർ. നല്ല രീതിയിൽ ആ ഫ്രണ്ടിൽ കാണാൻ നമുക്ക് കയറി പോകുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ആ വീട് കാണാൻ. എൻ്റെ വീട് വലിയൊരു വീടാണ്. എനിക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല, വീട്ടിൻ്റെ സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് അകത്ത് കയറാത്തത്. വേറെ വർക്കുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കിണർ കണ്ടപ്പോൾ അതിൻ്റെ ആഴമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി കണ്ട നല്ല താഴ്ച. ഇതൊക്കെ ചെങ്കല്ല് വെച്ച് ആ സൈഡൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ വെള്ളം നല്ല തണുപ്പാണ്, നല്ല ആഴമുള്ള. അങ്ങനെ ഈ വീട്ടിൻ്റെ അകത്തൊന്നും എനിക്ക് കയറാൻ പറയാം. ഇന്ന് 3-4 വർക്കുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഓരോ സൈറ്റിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പോൾ കയറാനൊന്നും പറ്റിയില്ല. ഉള്ളത് ഞാൻ പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അവരെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വലിയ വീടാണ്, എല്ലാവരും ഇങ്ങനെ വീട്ടിൻ്റെയൊക്കെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ വീട്ടിൻ്റെ ഹാളൊക്കെ നല്ല ഇതായിട്ടുണ്ട്. പിന്നെയും നമ്മൾ അപ്പൂണ്ണൻ്റെ ചായക്കടയിലോട്ട് വന്ന്, അപ്പൂണ്ണൻ്റെ ചായക്കട ഇന്ന് ഒത്തിരി പേര് സെൽഫി ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ചായയൊക്കെ ഒത്തിരി പോയി. എല്ലാവർക്കും ചായ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ